നമ്മുടെ ജീവിതത്തിലെ അടുത്ത മാസം, ലാസ്റ്റ് മാസമാണ് ഡിസംബർ. പ്രൈസ് ദി ലോർഡ്. 11 മാസം നമ്മൾ പിന്നിട്ടു. 12ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ഈ ഒരു വർഷം മൊത്തം നമ്മൾ എങ്ങനെയാണ് ഈ ബഹറിൽ നിന്നത്? ആമേ, അത് നിങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് ആ ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിക്കാം. നമ്മളെങ്ങനെ നിന്നെന്നുള്ളത്. ഇയ്യോബ് 42-ന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം. അടുത്ത വാക്യം കൂടെ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചിടുന്ന ഇവൻ ആരെ? ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചിടുന്ന ഇവൻ ആരെ? ഇതാ കാരണം. എന്താ? നിങ്ങൾക്കെതിരെ വന്ന ആലോചന ഒടേ തമ്പുരാൻ മറിച്ചിട്ടു. മനസ്സിലായോ? നിങ്ങളെ പലരെയും ഈ വർഷം ഇവിടെ നാട്ടിൽ അയക്കാൻ പദ്ധതി പിശാചിട്ടു. ദൈവം അത് മറിച്ചു. സ്തോത്രം. നിങ്ങൾക്കെതിരെ വന്ന അനേക എതിർപ്പുകൾ, നിങ്ങൾക്കെതിരെ വന്ന അനേക പ്രതികൂലങ്ങൾ ഒടേ തമ്പുരാൻ മറിച്ചിട്ടുകൊണ്ടാണ് ഇന്ന് ബഹ്റിൻ നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലേലിയ ഉറക്കപ്പറ കുഞ്ഞ്. നിനക്കെതിരെ വന്ന രോഗം, നിനക്കെതിരെ വന്ന പ്രതികൂലങ്ങൾ, നിനക്കെതിരെ വന്ന പ്രതിസന്ധികൾ നീ അറിയാതെ ദൈവം മറിച്ചിട്ടു. നീ അറിഞ്ഞുപോലുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ജോലിയിലൊക്കെ ഓർത്തോണം. ജോലിയിലൊക്കെ നമ്മൾ ഈ ഒരു വർഷം നിന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല. നമുക്കെതിരെ വന്ന പ്രതിസന്ധികൾ ഒടേ തമ്പുരാൻ മറിച്ചിട്ടത് കൊണ്ട്. ലിലിയ പറഞ്ഞേ, അറിവ് കൂടാതെ ആലോചന ദൈവം മറിച്ചിട്ടു. നമ്മളോടൊന്നും അറിഞ്ഞില്ല. സ്തോത്രം. എത്രയോ പ്രതിസന്ധികൾ ജീവിതത്തിന് മുമ്പിലുണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടെ കടന്നത്? എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത്? എങ്ങനെയാണ് അതിന് ജയിച്ചത്? ഒടേ തമ്പുരാൻ മറിച്ചിട്ടതാ. അല്ലാതെ നിങ്ങളുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. നമുക്കെതിരെ നിന്ന പലതിനെയും ദൈവം മറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വരത്തില്ല. 1:31 ഉൽപ്പത്തി. പെട്ടെന്ന് പൊക്കോട്ടെ. 29 എനിക്ക് തോന്നുന്നു. വായിച്ചാട്ടെ, സമയമില്ലാത്തതുകൊണ്ട്. വേഗം വായിച്ചു പോട്ടെ. 1:29 ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ. കണ്ടോ? എന്റെ മക്കൾ എന്തുണ്ട്? ദോഷം ചെയ്യാൻ ശക്തിയുണ്ട്, അതിനുള്ള കരുത്തുണ്ട്. എന്റെ പക്കൽ ആയുധമുണ്ട്, എന്റെ പക്കൽ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ നിന്നെ ദോഷം ചെയ്യാതെ വിട്ടതിന്റെ കാര്യം, ഇന്നലെ നിന്റെ അപ്പന്റെ ദൈവം എന്നെ തടഞ്ഞു. കുഞ്ഞ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നിനക്കെതിരെ വന്ന പലതും ഒടേ തമ്പുരാൻ തടഞ്ഞിട്ടാ. ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിനക്കെതിരെ വന്ന അനേക ദോഷശക്തികൾ ബഹറിൻ നിന്നെ തകർത്ത് കളഞ്ഞേരെ. അവിടെ ഒരല്ലേലൂയ അവിടെ കൈ ഉയർത്തി പറഞ്ഞേ. ആമേ. നമുക്കെതിരെ വന്ന പലതിനെയും നമ്മൾ അറിയാതെ കർത്താവ് തടഞ്ഞു. യാക്കോബിനോട് പറ, യാക്കോബെ, ദോഷം ചെയ്യാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. ചുമ്മാതല്ല അദ്ദേഹം വന്നത് ആളുകളെയും ആയുധങ്ങളും ഒക്കെ കൊണ്ടാ വന്നത്. ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? യാക്കോബിനെ നിമിഷ നേരം കൊണ്ട് ലാബാന് തകർക്കാൻ പറ്റും. പക്ഷെ പുള്ളി ചെയ്യാതിരുന്നത്, ഇന്നലെ രാത്രിയിൽ നിന്റെ പിതാവിന്റെ ദൈവം എന്നെ തടഞ്ഞു. നേരം വെളുത്ത് ആളെ കണ്ടേച്ച് പൊക്കോണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കുഞ്ഞെ ഞാനിപ്പം മാറുന്നത്, അല്ലെ നിന്നെ കൊണ്ടേ പോകത്തുള്ള പറഞ്ഞേ. അപ്പൊ ഓർത്തോളം, കഴിഞ്ഞ ഒരു വർഷം മൊത്തം നീ ഇവിടെ നിന്നതിന്റെ കാരണം നിനക്കെതിരെ വന്ന സകലത്തെയും ആര് തടഞ്ഞു? കർത്താവ് തടഞ്ഞു. അതുകൊണ്ടൊന്ന് ആരാധിച്ച് കരവൊന്നടിച്ച് നന്ദി വേണ്ടേ നമുക്ക്? നിനക്കെതിരെ വന്ന രോഗം കർത്താവ് മറിച്ചിട്ടില്ലേ?
നിനക്കെതിരെ വല്ല സാമ്പത്തിക പ്രശ്നങ്ങള്, അനേക പ്രതിസന്ധികള്, അനേക പ്രതികൂലത്തിനൊക്കെ ദൈവം അത് മറിച്ചിട്ടുമുണ്ട്. ഇത്രത്തോളം നമ്മെ മറിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തെ വേണം നന്ദി പറയണ്ടേ, ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണ്ടേ. നമുക്ക് നന്ദിയില്ല. പുറകോട്ട് നോക്കിക്കേ, രോഗം ഒടേ തമ്പുരാൻ തടഞ്ഞു. ദൈവം തടഞ്ഞില്ലെങ്കിൽ ഇന്ന് പലരും ഭൂമിയുടെ മുകളിൽ കാണത്തില്ലായിരുന്നു. ആശുപത്രി കയറി കഴിഞ്ഞ ഒരു വർഷം മൊത്തം നശിച്ചേനെ. നമുക്ക് രോഗം വരാഞ്ഞത് ദോഷശക്തിയെ ദൈവം തടഞ്ഞു. സ്വത്രം പറ. അനേക പ്രതികൂലങ്ങൾ ജോലിയിൽ ഉണ്ടായിരുന്നു, അതെല്ലാം ദൈവം തടഞ്ഞതുകൊണ്ടാണ് ജോലിയൊക്കെ ചെയ്യാൻ നമുക്കിടയാക്കിയത്. സ്വത്രം പറഞ്ഞേ. ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിലോ ആമേൻ തകർന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷം മൊത്തം നമ്മൾ മുമ്പോട്ട് പോകുന്നതിന്റെ കാര്യം ഇതാ. ആരാ? അറിവ് കൂടാതെ ആലോചന തകർക്കുന്ന ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. കർത്താവ് നമ്മൾ അറിയുന്ന പോലെ രാത്രി നമ്മൾ കിടന്നുറങ്ങുക, പക്ഷേ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കെതിരെ നമ്മുടെ വീട്ടിലെ നമുക്കെതിരെ പിശാച് അനേക ആലോചനകൾ കൊണ്ടുവന്നതൊന്നും വിജയിക്കാഞ്ഞതിന്റെ കാരണം അതെല്ലാം ദൈവം മറിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ തീരുമാനം നമുക്കെടുക്കാം. ഈ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, അബ്രാഹാമിനോട് കർത്താവ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നീ തല പൊക്കി വടക്കോട്ട് നോക്കുക, പിന്നെ തെക്കോട്ട്, പിന്നെ കിഴക്കോട്ട്, പടിഞ്ഞാട്ട്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ തല പൊക്കി നോക്കാനാണോ? അല്ല കുഞ്ഞെ, അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നീ വടക്കോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അബ്രാഹാം നോക്കാൻ ആഗ്രഹിക്കുന്നത് വടക്ക് വശത്തോട്ടാണ്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നിടത്തോട്ട് അബ്രാഹാം നോക്കി, അല്ലാതെ അബ്രാഹാം പ്ലാൻ ചെയ്തിടത്തോട്ടല്ല നോക്കിയത്. അബ്രാഹാം ഇങ്ങനെ കിഴക്കോട്ട് എനിക്ക് എന്ത് ചെയ്യണം, കുറെ സമ്പാദിക്കണം, കിഴക്ക് വശത്തുനിന്ന് പുള്ളി ആഗ്രഹിച്ചില്ല. ദൈവം പറഞ്ഞു നീ കിഴക്കോട്ടെ. അപ്പൊ ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നിടത്തോട്ടാണോ നീ നോക്കുന്നത്, അതോ ദൈവം പറയുന്നിടത്തോട്ടാണോ? സ്തോത്രം പറഞ്ഞ്. അതോ ദൈവഹിതത്തിലോട്ടാണോ? നേരെ മറിച്ച് ദൈവത്തിന്റെ ഹിതത്തിലേക്കല്ല ആര് നോക്കിയത്? ലോത്ത് തലപൊക്കി ദൈവം നോക്കാൻ പറഞ്ഞില്ല. പുള്ളിയുടെ പ്ലാൻ പ്രകാരം നോക്കി. അത് നോക്കി ഇങ്ങനെ തലപൊക്കി നോക്കിയപ്പം യോർദാന്റെ തീരപ്രദേശം നീരോട്ടം ഉള്ളതായിട്ട്. അപ്പൊ പുള്ളിയുടെ നോട്ടത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ വാക്യത്തിൽ എഴുതിയിരിക്കുക, നീരോട്ടമുള്ളതാ നോക്കിയത്. മറ്റേ പുള്ളി നോക്കി അതല്ല, ദൈവഹിതമാണ് നോക്കിയത്. ദൈവം അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, ദൈവഹിത പ്രകാരം നോക്കി. ഈ പുള്ളി ദൈവഹിത പ്രകാരം നോക്കിയതല്ല, ഈ പുള്ളി മാനുഷികമായിട്ട് നീരോട്ടമുള്ളത് നോക്കി. ഈ രണ്ട് നോട്ടം, ഈ രണ്ട് കാഴ്ചപ്പാടിൽ ഏതാ വിജയിച്ചത്? പറഞ്ഞാട്ടെ. മാനുഷികമായി ദൈവം ഹിതമല്ലാത്ത നോട്ടം എവിടം വരെ വന്നു? 19-ാം അധ്യായത്തിൽ വന്നപ്പോൾ ആ മനുഷ്യന്റെ 2 മക്കളും പിഴച്ചു, ഈ മനുഷ്യന്റെ കുടുംബവും നശിച്ചു, ഭാര്യയും തീർന്നു. ഭാര്യ പുതുളെ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, അടുത്ത വർഷം നിന്റെ ലക്ഷ്യം ദൈവഹിതമായിരിക്കണം. അല്ല നിന്റെ ഹിതപ്രകാരം പോകാൻ പ്ലാനെങ്കിൽ ഞാൻ മുന്നമേ പറയുന്നു, കുഞ്ഞെ നീ എന്ന് കാടിക്കുഴിയിൽ ചാടും. പുള്ളി തലവുമൊക്കെ ഇങ്ങനെ വടക്കോട്ട് നോക്കി, പുള്ളിയുടെ താല്പര്യപ്രകാരം, പുള്ളിയുടെ ഹിതപ്രകാരം, പുള്ളിയുടെ ഇഷ്ടപ്രകാരം പോയി. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, ആദ്യമേ അത് വളരെ നല്ലതായിരുന്നു, കാരണം നീരോട്ടമുള്ള ദേശമല്ലേ. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പം അത് കുടുംബം മുടിയുന്ന സ്ഥലമായി. അത് കുടുംബം മുടിഞ്ഞു, മക്കൾ മുടിഞ്ഞു, എല്ലാം മുടിഞ്ഞു. 19-ാമത്തെ അധ്യായത്തിലെ ഈ പിള്ളേർ പിഴച്ചു നശിച്ചു. ദേവാലയത്തിൽ എന്തുവരെ വരാൻ പറ്റുകയില്ല. മോവാബുകാർക്ക് ന്യായപ്രമാണപ്രകാരം ദേവാലയത്തിൽ വരാൻ പറ്റില്ല, എല്ലാം നശിച്ചു. എന്താ കാര്യം? നോട്ടമേ. ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം തലപൊക്കി നോക്കി യാത്ര ചെയ്ത അബ്രഹാമിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ പറഞ്ഞേ, അവരൊരു രാജ്യമായി മാറിയപ്പോൾ,
ദൈവഹിതമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം, താല്പര്യപ്രകാരം, പ്ലാൻ പ്രകാരം തലപൊക്കി നോക്കി ഇറങ്ങിയ പുള്ളിയുടെ കുടുംബവും മുടിഞ്ഞു, പിള്ളാരും മുടിഞ്ഞു, സകലതും മുടിഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞ് നശിച്ച മനുഷ്യൻ എന്ത് ചെയ്തു? ആരംഭമൊക്കെ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ടേ ദൈവഹിതമാണെങ്കിൽ മാത്രം അതിലേക്കൊക്കെ നോക്കിയാൽ മതി. മുന്നിൽ പലതും കാണും. ദൈവത്തിന്റെ ഹിതമാണോ എന്നൊക്കെ തിരക്കിയിട്ട് അതിനകത്തൊക്കെ എടുത്താൽ. വടക്കോട്ടൊക്കെ പുള്ളി പോയത് അത് ദൈവഹിതമായതുകൊണ്ട് പുള്ളി വടക്കോട്ട് നോക്കിയത്. ദൈവം പറഞ്ഞിട്ടാണ് പുള്ളി നോക്കുന്നത്. മറ്റേ പുള്ളി ദൈവഹിതമല്ലാത്തോടത്തോട്ടായി നോട്ടവും പോക്കും എല്ലാം. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തിലെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ശക്തമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഇസ്രായേൽ മുൻപോട്ട് കടന്നു പോകുമ്പോൾ തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയാ? പലസ്തീൻ അവർക്ക് എതിരാണ്, പിന്നെ അമാലേക്യർ അവർക്ക് എതിരാണ്, പിന്നെ മിദ്യാനിയർ അവർക്ക് എതിരാണ്, പിന്നെ അവർക്ക് മിസ്രൈമ്യർ അവർക്ക് എതിരാണ്, കനാൻ ദേശത്ത് ഹിവിയരും ഹിത്യരും ഒക്കെ ഉണ്ട്. ഇതെല്ലാം അവർക്ക് എതിരാ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? വാഗ്ദത്തം പ്രാപിക്കാൻ ഇതെല്ലാം തടസ്സമാണ്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തിലെത്താൻ പറ്റാതെ, വാഗ്ദത്തം പ്രാപിക്കാതെ, ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകാതെ ഇവരെ തകർക്കുന്ന ശക്തികളാണ്, ഇവരെ തടയുന്ന ശക്തികളാണ് ഇതെല്ലാം. ഇവരാരാണ്? ആരാ? ജാതികൾ. ശ്രദ്ധിച്ച് കേൾക്കണം. ജാതീയ ശക്തികൾ ദൈവഹിത പ്രകാരം ജീവിക്കാൻ അനുവദിക്കാതെ, മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ, ദൈവത്തിന്റെ ഹിതപ്രകാരം വിശ്വാസ ജീവിതം നയിക്കാൻ കഴിയാതെ തടയുന്ന ശക്തികളാണ് ജാതീയ ശക്തികൾ. ഇതെല്ലാം നമ്മുടെ വിശ്വാസയാത്രയില് ഉണ്ട്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇവര് നമ്മളെ മുമ്പോട്ട് വിടത്തില്ല. ഇവര് നമ്മളെ കയറി, ജാതീയ ശക്തികളൊക്കെ നമ്മളെ തടഞ്ഞോ? മിദ്യാനിയർ എത്ര വർഷം തടഞ്ഞു? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 7 വർഷം. പലസ്തീൻ എത്ര വർഷം തടഞ്ഞു? 40 വർഷം. സ്തോത്രം പറഞ്ഞ് 40 വർഷം പ്രയോജനമില്ലാതെ പോയില്ലേ? വാഗ്ദത്തത്തിൽ എത്തേണ്ട 40 വർഷം ഇവരെ മുൻപോട്ട് വിടാതെ പലസ്തീൻ പിടിച്ചു വെച്ചു. സ്തോത്രം പറഞ്ഞ് മിദ്യാനിയർ 7 വർഷം പിടിച്ചു വെച്ചു. ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. അമാലേക്യരെ വർഷങ്ങൾ പിടിച്ചു വെച്ചില്ല, പല ഇടത്തും പിടിച്ചു വെച്ചു. അതുകൊണ്ട് കുഞ്ഞെ, നിന്നെ മുന്നോട്ട് വിടാതെ പിടിച്ചു വെക്കുന്ന ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നീ ജീവിച്ചില്ലെങ്കിൽ ആനപ്പെട്ടതൊക്കെ വെറുതെ ആകും. പോകാൻ പറ്റിയാലും അങ്ങോട്ട്. കാരണം ഇവര് വിടത്തില്ല നമ്മളെ. സ്വത്രം വന്ന് പിടിച്ച് വെക്കും. കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. നമുക്ക് അതൊന്നുകൂടെ ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദിമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം മതി. 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദിമിൽ എത്തി പാളയമിറങ്ങി. മതി. ഈ വിശ്വാസയാത്രയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിന് പ്രത്യേകതയുണ്ട്. ചില പാഠങ്ങൾ നമ്മൾ പഠിക്കുക. ചെങ്കടൽ ഇക്കരോട്ട് കയറി കഴിയുമ്പോൾ ജീവിതം മാറും. അക്കരത്തെ ജീവിതമല്ല. ആണോ? പറവന നാട്ടിൽ എന്തുണ്ട്? ചിറ്റുള്ളി, ചീരുള്ളി, പിന്നെ പ്രൈസലോ കുറേ പച്ചക്കറി, വെട്ടിക്കിളി ഒക്കെ തിന്ന് അവർ പോവുക. ചെങ്കടലിക്കര കിടക്കുമ്പോഴോ ചിറ്റുള്ളിയില്ല, ചീരുള്ളിയില്ല, ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യണം? മോളിന്ന് വല്ലോ. ഇതാ വിശ്വാസയാത്ര. വിശ്വാസയാത്രയുടെ
ആമേ പ്രത്യേക മാതൃക ദൈവത്തിന് ചിലത് പ്രാപിക്കുക എന്നുള്ളതാണ്. മറ്റോടത്ത് അതിന്റെ ആവശ്യമില്ല, കാരണം പർവ്വം കൊടുത്തോളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഈ ജീവിതം വിജയിക്കത്തില്ല. ഹല്ലേലൂയ പറഞ്ഞ് രണ്ടാമതൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ആമേ ഇവര് ആഹാരമില്ല, മരുഭൂമിയിൽ ഒന്നുമില്ല. അന്നേരം എന്ത് ചെയ്തു? എല്ലാവരും കൂടെ നിലവിളിച്ചു, മോശയും പ്രാർത്ഥിച്ചു, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. കർത്താവ് മന്ന കൊടുത്തു. സ്തോത്രം. വൈകിട്ട് കിടക്കാൻ നേരത്ത് ഇടങ്ങഴി മന്നായേ ഉള്ളൂ, അന്നത്തതിന് മാത്രം. വൈകിട്ട് കിടക്കാൻ നേരത്ത് നാളെ മന്ന പൊഴിയും. കർത്താവിനോട് നോക്കി പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. നാളെ മന്ന പൊഴിഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല, പിറ്റേ ദിവസം മന്ന പൊഴിയും, പ്രാർത്ഥിക്കും. ഇതിൻ്റെ അർത്ഥം എന്താ സിസ്റ്ററെ? ഇതിൻ്റെ അർത്ഥം ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുക. മനസ്സിലായോ? ഓരോ ദിവസവും വല്ലതും കഴിക്കണമെങ്കിൽ ആരിൽ ആശ്രയിക്കണം? നമുക്ക് അതിന്റെ ആവശ്യമാണ്. മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചാൽ മതി. മറ്റവർക്ക് അങ്ങനല്ല, അവർക്ക് മേളിൽ നിന്ന് കിട്ടിയാലേ കഴിക്കാനുള്ളൂ. അല്ലേലിയാ പറഞ്ഞേ? ആമേ. ഒരു ദിവസമെങ്കിലും മോളിൽ നിന്ന് വന്നില്ലെങ്കിൽ അന്നാ എല്ലാരും പട്ടിണിയാ. ദൈവമക്കളെ, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആമേ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുന്ന ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അല്ലേലിയാ പറഞ്ഞേ? ചെരുപ്പ് വേണേലോ, കടയിൽ പോയി മേടിക്കാൻ ഒക്കുവോ? 20 ലക്ഷം പേർക്ക് അവിടെ കണ്ട് ചെരുപ്പ് കടയുണ്ടോ? സ്തോത്രം പറഞ്ഞേ. ആമേ. പ്രൈസ് ദി ലോർഡ്. വസ്ത്രം വേണേലോ, 20 ലക്ഷം പേർക്ക് കടയുണ്ടോ അവിടെ? എന്ത് ചെയ്തോണം? മുകളിലോട്ട് നോക്കിക്കോണം. സ്തോത്രം പറഞ്ഞ് ചുരുക്കി പറഞ്ഞ, കഴിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കണം, ഉടുക്കാൻ ദൈവത്തിൽ ആശ്രയിക്കണം. സ്തോത്രം പറഞ്ഞ് വയറ്റ് കയറി കിടക്കണേലോ, ഒടേതമ്പുരാനിൽ ആശ്രയിക്കണം. കാരണം മേഘസ്തംഭമില്ലെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല. സ്വോത്രം പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ജീവിതത്തിന്റെ മുഴുവൻ വശങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ പേരാണ് വിശ്വാസ ജീവിതം. അല്ലേലിയാ പറഞ്ഞു? ദൈവമക്കളെ, അങ്ങനെയാണോ ജീവിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിച്ചോണം. വസ്ത്രത്തിന് പുള്ളിയോട് പറഞ്ഞോണം. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വസ്ത്രത്തിന്റെ കടയൊന്നും വിട്ടില്ല. കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. 40 വർഷം ആ വസ്ത്രം പഴകാൻ അനുവദിച്ചില്ല. ഇത് കീറിയാൻ മേടിച്ചാ പോരെ? ഇത് കീറത്തില്ല, ഇത് പഴകത്തുമില്ല. മാറി മാറി ഉടുക്കാം. ഇവക്ക് ഇപ്പൊ 1 വയസ്സായി. 2 വയസ്സാകുമ്പോഴത്തേന് 1 വയസ്സുള്ള കൊച്ചിന് ഈ വസ്ത്രം ഊരി കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അടുത്ത വസ്ത്രം 2 വയസ്സുള്ള കൊച്ചിന്റെ വസ്ത്രം. അങ്ങനെ 40 വർഷം ഒടേതമ്പുരാനിൽ ആശ്രയിച്ചാണ് തുണി ഉടുത്തത്. അല്ലേലൂയ പറഞ്ഞു. 40 വർഷം ഒടേതമ്പുരാനിൽ ആശ്രയിച്ചാണ് ആഹാരം കഴിച്ചത്. അല്ലേലൂയ പറഞ്ഞേ. 40 വർഷം കിടന്നുറങ്ങിയത് ദൈവത്തിൽ ആശ്രയിച്ച. അതുകൊണ്ട് ദൈവവൈതലേ, ദൈവത്തിൽ ആശ്രയിക്കാത്തതൊന്നും വിശ്വാസ ജീവിതമല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഫറവോ രാജാവിന്റെ നാട്ടിൽ മുകളിലോട്ട് നോക്കേണ്ട കാര്യമില്ല. അവിടെ ചെരുപ്പ് കൊടുക്കും, മേടിക്കാൻ കിട്ടും, വസ്ത്രം മേടിക്കാൻ കിട്ടും, ആഹാരം കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ ഇവിടെ അത് കിട്ടത്തില്ല. മനസ്സിലായല്ലോ? ഓക്കെ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിലെ ആശ്രയിക്കാം. അപ്പം 2024 ആമേ മുമ്പോട്ട് വന്നത് എങ്ങനെയാന്നാ പറഞ്ഞേ? മറന്നുപോയല്ലേ? ആലോചന മറിച്ചിട്ട ദൈവം. സ്തോത്രം പറ. പിശാച് പലപ്പോഴും കുടുംബം തകർക്കാൻ, ജീവിതം തകർക്കാൻ, രോഗിയാക്കാൻ, കൂടെയുള്ള എതിർത്ത അനേക ശത്രുക്കള് നമ്മൾ തകർന്ന് കാണാൻ വേണ്ടി, ജോലി ഇല്ലാതായി കാണാൻ വേണ്ടി, നമ്മൾ പരാജയപ്പെട്ട് കാണാൻ വേണ്ടി ഒക്കെ ആഗ്രഹിച്ചവരുടെ സകല ആലോചനകളും തകർത്തൊരു പോറൽ പോലും വെക്കാതെ 2024 മുഴുവനും അവിടുത്തെ കരം കരുതി. ഹല്ലേലൂയ. അയ്യോ പറയാണ്, അറിവ് കൂടാതെ ആലോചന മറിച്ചിടുന്ന ദൈവമേ, നീ ആരാ? സ്തോത്രം. ഇയാളെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ലാബാൻ പറഞ്ഞു, ദോഷശക്തി എന്റെ പക്കലുണ്ട്, ദോഷം ചെയ്യാൻ ശക്തി എന്റെ പക്കലുണ്ട്. അതറിഞ്ഞില്ലേ? നിന്റെ ശത്രുവിന് നിന്നെ തകർത്ത് കളയാനുള്ള കഴിവും ആയുധങ്ങളും ശക്തിയും എല്ലാം ഉണ്ടായിട്ടും നീ തകരാതിരുന്നതിന്റെ കാരണം ദൈവം തടഞ്ഞു.
ദൈവം രോഗം ദൈവം തടഞ്ഞു കേട്ടോ, പ്രതികൂലങ്ങൾ ദൈവം തടഞ്ഞു. നമുക്കെതിരെ വന്ന പല പ്രതിസന്ധികളും ദൈവം തടഞ്ഞു. ഇല്ലെങ്കിൽ ബഹറിന്ന് പൊടിയും തട്ടി ആട്ടി കയറിപ്പോയാല് ഒടേ തമ്പുരാൻ തടഞ്ഞത് കൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നു. സ്വോത്രം പറഞ്ഞേ മറക്കരുത് കേട്ടോ. അമ്മേ പുറപ്പാട് പുസ്തകത്തിൽ കണ്ടോ, അവരെ 17:1 വായിച്ച ശേഷം പെട്ടെന്ന് പോണേ. ഇതല്ല നമ്മുടെ മെസ്സേജിലേക്ക് എനിക്ക് വരണം. പെട്ടെന്ന് വായിച്ചു. സീൻ മരുഭൂമിയിൽ നിന്ന് അവർ പുറപ്പെട്ടു, പ്രയാണം ചെയ്തു, യാത്ര ചെയ്തു. ക്രിസ്തീയ ജീവിതം അതാണോ ക്രിസ്തീയ ജീവിതം? അല്ല. അവിടെ നമ്മൾ വിട്ടുകളഞ്ഞ കാര്യം കേട്ടോ. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തെന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്. യഹോവയുടെ കൽപ്പന പ്രകാരം മരുഭൂമിയിൽ യാത്ര ചെയ്തു. സ്വത്രം ദൈവവൈതലേ, ദൈവത്തിന്റെ പ്രമാണത്തിൽ കൂടെ ജീവിക്കുന്നതിന്റെ പേരാണ് ക്രിസ്തീയ യാത്ര. ഹല്ലേലൂയ പറഞ്ഞേ. ഇസ്രായേൽ പോയത് ഈ പ്രമാണപ്രകാരമാണ് അവർ നീങ്ങുന്നത്. ആ വാക്യം ഉറക്കെ വായിച്ചിട്ടടി എല്ലാരും വരയിട്ട് പോയി. നിങ്ങൾക്ക് തോന്നുന്ന പോലെ അല്ല. ഓരോരുത്തരും ആരാധനയ്ക്ക് വരേണ്ടതും പോകേണ്ടതും ജീവിക്കേണ്ടതും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനല്ല. ആമേ. ഒന്നൊരു വായിക്കും ശിക്ഷേ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട്, പ്രമാണം കൊടുത്തിട്ടുണ്ട്, എങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്യണമെന്നും എങ്ങനെ നടക്കണമെന്നും എങ്ങനെ പോണമെന്നും. അതുകൊണ്ട് കുഞ്ഞെ പെന്തക്കോസിൽ ചേർന്ന് വെച്ച് ഹല്ലേലൂയ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞു വെച്ച് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ജീവിതത്തിന് പ്രമാണങ്ങളുണ്ട്, ജീവിതത്തിന് വ്യവസ്ഥകളുണ്ട്. അതിനകത്തുകൂടി വേണം നിന്റെ യാത്ര തുടരാൻ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ ഈ ആരെ അംഗീകരിക്കാത്തത്? കരസ്മാറ്റിക്കൊണ്ട് നമ്മൾ അംഗീകരിക്കത്തില്ല. കാരണം തുള്ളലും അന്യഭാഷയും കരുതിട്ട് അവരൊക്കെ പോകുന്ന അവർക്ക് തോന്നിയത് പോലെ അവനെ ജീവിക്കുന്നത്. പിന്നെ കള്ളക്കച്ചവടവും കള്ളക്കണക്കും വിശുദ്ധിയും വേർപാടും ഇല്ലാതെ ഒക്കെ തോന്നിയ പോലെ നടന്നു വെച്ചു. പിറ്റേ ഞായറാഴ്ച ചെന്ന് തുള്ളലും പിറ്റേ ഞായറാഴ്ച അന്യഭാഷയും പ്രമാണം. അതല്ല ക്രിസ്തീയ ജീവിതം. ഇവര് പോകുന്നതിന് ദൈവം പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണത്തിനൊത്തവണ്ണമാണ് ക്രിസ്തീയ യാത്ര ചെയ്യേണ്ടത്. മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം എന്തുവാ? ഏദൻ തോട്ടത്തിൽ ആ ബന്ധം ആരംഭിക്കുന്നത്. ആ ബന്ധം എങ്ങനെയാ തുടങ്ങിയത്? അതും ദൈവവും തമ്മിലുള്ള ബന്ധം അറിയാവോ? ആരുമില്ല. അപ്പനായിട്ട് ദൈവമുള്ളൂ, അമ്മയായിട്ട് ദൈവമുള്ളൂ, സഹോദരങ്ങളായിട്ട് ദൈവമുള്ളൂ, എല്ലാം ദൈവമുള്ളൂ. എന്നിട്ടും ദൈവം ഇറക്കി വിട്ട് തോട്ടത്തിൽ ആരുമില്ല. ക്ഷമിച്ചാക്ക, ഞാൻ അവർക്ക് ദൈവമായിട്ട് ഞാനേ ഉള്ളൂ, അപ്പനായിട്ട് ഞാനേ ഉള്ളൂ, അമ്മയായിട്ട് ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. അതാ പറഞ്ഞു വേഗം തോട്ടത്തിൽ നിന്ന് ഇറങ്ങിക്കോണം. എന്താ കാര്യം? തോട്ടത്തിൽ കൊണ്ട് വെച്ചിട്ട് തോട്ടത്തിലോട്ട് ജീവിക്കാൻ വേണ്ടി കർത്താവ് ആക്കിയിട്ട് ആ ജീവിതത്തിൽ ഒരു പ്രമാണം കൊടുത്തു. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ആ പ്രമാണം അവർ തെറ്റിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു വേഗം വെളിയിൽ പൊക്കോളാൻ പറഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ ഇതിനകത്ത് എന്തില്ല? കൂട്ടായ്മയില്ല. പത്രം പറഞ്ഞ് വെയിലാറുമ്പോൾ ഏദൻ തോട്ടത്തിൽ കർത്താവ് വരും, മണിക്കൂറുകളോളം ഒരുമിച്ച് നടന്ന് കൂട്ടായ്മ ആചരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തവരെ പ്രമാണം തെറ്റിയപ്പോൾ ആ സെക്കൻഡിൽ വെളിയിൽ വിട്ടു. പിന്നെ ഒരു നിമിഷം പോലും ആ കൂട്ടായ്മ തുടർന്നു പോകുവാൻ കർത്താവ് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവമക്കളെ, ദൈവത്തിന്റെ ബന്ധം സ്നേഹം മാത്രം
മാത്രമല്ല, അത് കരുണ മാത്രമല്ല, അത് പ്രമാണത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞത്. ദൈവത്തിന് നമ്മളോടുള്ള ബന്ധം അത് പ്രമാണപരമാണ്. കരുണയായിരുന്നെങ്കിൽ ഇവരെ ഇറക്കി വിടത്തില്ലായിരുന്നു. സ്നേഹമാണ് ഇറക്കി വിടത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാട്ടും കൊട്ടും മാത്രം പോരാ, പ്രമാണത്തിനൊത്തവണ്ണം ജീവിക്കണം. ഹല്ലേലൂയ പറഞ്ഞത്, പ്രമാണത്തിനൊത്തവണ്ണം. അപ്പൊ ഇസ്രായേലിന്റെ യാത്ര അത് പ്രമാണത്തിൽ കൂടെ. ഓക്കെ, കണ്ടല്ലോ. ഇനി സിസ്റ്റർ വേഗം വായിച്ച് പുറപ്പാട് 17-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗം വേഗം പോട്ടെ. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വെള്ളമില്ലാതെ വരുമ്പോൾ നമ്മളൊന്ന് കോപിച്ചത് കൊണ്ടോ ഒന്ന് അരിശപ്പെട്ടത് കൊണ്ടോ ഒന്നും അത്രയും പ്രശ്നമില്ല. സ്തോത്രം പറഞ്ഞേ. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുറെ കുറ്റം പറയണമെന്നല്ല, പറഞ്ഞാലും ദൈവം അത് ക്ഷമിക്കും. ദൈവം ക്ഷമിക്കാത്തൊരു കാര്യമുണ്ട്, ദൈവത്തെ പരീക്ഷിക്കരുത്. അതാണ് ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇസ്രായേൽ കുറ്റം പറഞ്ഞതോ കുറവ് പറഞ്ഞതോ ഒന്നുമല്ല, നിങ്ങൾ എന്നെ പരീക്ഷിച്ചു. എന്താ പരീക്ഷിച്ചത്? വെള്ളമില്ലാത്തടത്ത് കൊണ്ട കൊടുക്കാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് അവര് വിശ്വസിക്കുന്നില്ല. അവിടെയാ വിഷയം. സ്തോത്രം പറഞ്ഞ് വെള്ളം കിട്ടാത്തത് കൊണ്ട് ഒരു മോശയോട് ദേഷ്യപ്പെട്ടാൽ അതൊക്കെ ദൈവം പൊറുക്കുന്ന കാര്യങ്ങളാ. ഇതാകുമ്പോ എന്താ കർത്താവ് എവിടെയെങ്കിലും ചെയ്യുന്നതൊക്കെ ചോദിച്ചാൽ അതൊക്കെ ദൈവം പൊറുക്കും. പക്ഷെ ദൈവത്തിന് ഇവിടെ വെള്ളം കൊണ്ട് തരാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ പരീക്ഷിച്ചു. ആരെ? ഇസ്രായേൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഒരിക്കലും. പെന്തക്കോസുകാരായി നമ്മൾ ഇതുപോലൊക്കെ തന്നെ ഒരിക്കലും ചെയ്യരുത്. ഇതിന്റെ കാരണം പറയാം. എന്താ അതിന്റെ കാരണം ബ്രദറെ അറിയാവോ? ഇതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഇവര് മിസ്രൈമിൽ താമസിക്കുമ്പോൾ മോശ വെള്ളത്തെ രക്തമാക്കി. നൈൽ നദിയിലെ വെള്ളം രക്തമാക്കി. ഇവരത് കണ്ടതല്ലേ? നൈൽ നദിക്കകത്തുനിന്ന് തവള കയറി വന്നു, ഇതവര് കണ്ടതല്ലേ? ചെങ്കടല് രണ്ട് സൈഡിലും പച്ചവെള്ളത്തെ നാട്ടി നിർത്തി രാത്രിയില് ഒരു 5-10 കിലോമീറ്റർ വെള്ളത്തിനകത്തുകൂടി വലിയ വഴി ഒരുക്കി. അവിടെ വഴി ഒരുക്കിയെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. അവിടെ എഴുതിയേക്കുന്നത് ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ഉണങ്ങിയ നിലവും. ഉണങ്ങിയ അതാ വിഷയം. കടൽ ഒരിക്കലും ഉണങ്ങത്തില്ല. അപ്പം 15 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന കടലിലെ വെള്ളത്തെ നാട്ടി നിർത്തിയത് ഇവര് കണ്ടതല്ലേ? പത്രം പറ. ആ വെള്ളം കർത്താവിന് മുമ്പിൽ മാറിപ്പോകുന്നത് ഇവര് കണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇവർ അക്കരെ കയറിയിട്ട് ഈ കർത്താവ് ഞങ്ങൾക്ക് വെള്ളം തരാൻ കഴിയുമെന്ന് വിശ്വസിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വിഷയം. അല്ലാതെ ഇവർ അവിശ്വസിച്ചിട്ടല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ അവിശ്വസിക്കരുത്. കാരണം 15 മൈലുകളോളം രാത്രിയിൽ കടലിലെ വെള്ളം ദൈവത്തിന്റെ കരത്തിന്റെ മുമ്പിൽ ഓടി മാറുന്നതും അത് നേരെ നിൽക്കുന്നതും മിസ്രൈമിലെ സകല വെള്ളവും ദൈവത്തിന്റെ കരത്തിന്റെ മുമ്പിൽ രക്തമാകുന്നതൊക്കെ അവര് കണ്ടതാ. അതുകൊണ്ട് വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും 15 കിലോമീറ്റർ വെള്ളത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ ആ വെള്ളത്തെ ഇവിടെ കൊണ്ട് തരാൻ ദൈവത്തിന് കഴിയില്ലേ? ഹല്ലേലൂയ പറഞ്ഞത്. അത് കണ്ടപ്പോഴാ കർത്താവ് പറയാ, നിങ്ങൾ എന്നെ പരീക്ഷിച്ചു. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കഴിഞ്ഞ നാളിലൊക്കെ അനേക അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടിട്ടും നമുക്കത് വിശ്വസിക്കാൻ, നമ്മുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ, അതിന്റെ പേരാണ് പരീക്ഷ. സ്തോത്രം പറഞ്ഞു. എന്തിനാ സെക്കരിയാവിന്റെ വായടച്ചതറിയോ? വായടച്ചത് ലൂക്കോസ് 1:19-20 അറിയാമല്ലോ. നീ എന്ത് ചെയ്യണ്ട, കുഞ്ഞിന്റെ പേരിടുന്നവരെ വാ തുറക്കണ്ടെന്ന്. എന്തിനാ വായടച്ചത്?
അത്രയും വലിയ ശിക്ഷ വേണം? ഇതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ പുള്ളി ആരാ? സെക്കരിയാവ് ആരാ? പുരോഹിതൻ. പുരോഹിതന്റെ തൊഴിലെന്താ? പള്ളി പ്രസംഗിക്കുക. 100 വട്ടം ഇയാള് നമ്മുടെ പിതാവായ അബ്രാഹാമിന് 99-ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടായെന്നും നമ്മുടെ സാറ 89-ാമത്തെ വയസ്സിൽ പ്രസവിച്ചെന്നും പ്രസംഗിച്ചിട്ട് ഈ വീട്ടിൽ നടക്കുമെന്ന് പറഞ്ഞപ്പോ പുള്ളി ചോദിക്കുക, ഞാനത് എന്തോന്നിനാൽ അറിയും. 100 വട്ടം ഈ വചനം എടുത്ത് പ്രസംഗിച്ച ആള് തന്റെ വീട്ടിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് വിശ്വാസമല്ല. കർത്താവ് പറഞ്ഞു, വിശ്വാസം അല്ലെങ്കിൽ നിന്റെ നാക്കങ്ങ് അടച്ചത്, ഇനി മേലാൽ ഈ വചനം നീ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞു. ഈ വചനം നീ നാളെ പോയി പള്ളിയിൽ ഇനിയും പോയി നീ എന്ത് ചെയ്യരുത്. എന്താ കാര്യം? നമ്മുടെ പിതാവ് 100-ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടായി, നമ്മുടെ മാതാവ് 90-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ പ്രസവിച്ചെന്ന് 1000 പ്രാവശ്യം പള്ളിയുടെ പുൽക്കുറ്റിയിൽ നിന്ന് പ്രസംഗിച്ച പുള്ളിയുടെ വീട്ടിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോ പുള്ളി ദൈവത്തോട് ഒരു ചോദ്യം, ഞാൻ വയസ്സനല്ലേ, എന്റെ ഭാര്യയെ വയസ്സ് എന്നില്ലേ, പിന്നെ ഇതങ്ങനാ നടക്കുന്നത്. അത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. അല്ലേലിയ പറഞ്ഞു 100 വട്ടം പ്രസംഗവും പറയും. അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം വരുമ്പോൾ പലരെടുത്ത് ദൂരോട്ട് കളയും. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, അവിശ്വാസി ദൈവവചനം പ്രസംഗിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പറഞ്ഞ് ഇനി ഇത് കണ്ട് വിശ്വസിക്കുന്ന അന്ന് നിന്റെ വാ തുറന്നാ മതി, അതുവരെ അടങ്ങിയിരുന്നോട്ടെന്ന്. ഹല്ലേലൂയ പറ. സ്തോത്രം. അപ്പൊ ഇവർക്ക് വെള്ളമില്ല, ഇവര് ദൈവത്തെ പരീക്ഷിച്ചു. ചെങ്കടലിലെ വെള്ളം 10-15 കിലോമീറ്റർ ഓടി മാറിയെങ്കിൽ ആ വെള്ളം കരക്കോട്ട് കയറി വരുമെന്ന് വിശ്വസിക്കട്ടെ. ഇവര് വിശ്വസിക്കുന്നില്ല. അമ്മേ ദൈവത്തെ പരീക്ഷിച്ചു, വഴക്കൊക്കെ ഉണ്ടാക്കി. ദൈവം പറഞ്ഞു, ഹോരേബിലെ പാറയിൽ ഞാൻ വന്ന് നിൽക്കും. മോശയോട് പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കും, നീ വടിയെടുത്തോണ്ട് അവിടെ വന്നിട്ട് പാറയിൽ അടിക്കണം, വെള്ളം പുറപ്പെടും. അങ്ങനെ ഈ ജനത്തിന് വെള്ളം കുടിക്കാൻ കൊടുക്കും. സ്തോത്രം. ഹോരേബിലെ പാറയിൽ ഞാൻ വന്ന് നിൽക്കും, നീ വടിയെടുത്ത്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഹോരേബിലെ പാറയിൽ ഞാൻ കരുതിയിട്ടുണ്ട് വെള്ളം. സ്തോത്രം. നീ അവിടെ വന്ന് വടിയെടുത്ത് അടിക്കുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് വന്നോളും. ദൈവമക്കളെ വിളിച്ചിറക്കിയവൻ വെള്ളമില്ലാത്തോടത്ത് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടാണ് ഇയാൾ ഇറക്കുന്നത്. ലിലിയ പറ. നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് നമുക്കങ്ങ് പരവേശവാ. മോശയോട് പറഞ്ഞു, മോശേ ഹോരേബിലെ പാറയിൽ നീ വാ, ആ പാറ നീ അടിച്ചോ, ഞാൻ അവിടെ നിൽപ്പുണ്ട്, വെള്ളം അവിടെ ഉണ്ട്. സ്തോത്രം. വിളിച്ചിറക്കിയ പുള്ളി നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നീ വിശ്വാസത്തോടെ ഇങ്ങോട്ട് പോന്നാ മതി, ബാക്കിയൊക്കെ കർത്താവ് ചെയ്തോളൂ കേട്ടോ. ഇതൊന്നും പറയാനല്ല വന്നത്. അവിടുന്ന് വെള്ളമൊക്കെ കിട്ടി. അത് പാളയത്തിൽ ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. വെള്ളം അങ്ങനെ ഉണ്ടായെന്നറിയാവോ? ഇല്ലെങ്കിൽ 114-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ 2 വാക്യം ഒന്ന് വായിച്ചേ. വെള്ളം ഉണ്ടായ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവുമാക്കിയിരിക്കുന്നു. നോക്കണേ, ഈ ഹോരേബിലെ പാറയിൽ ഒരു കല്ലിരിപ്പുണ്ട്. ആ കല്ലിന്റെ പേര് അവിടെ കേട്ടോ. എന്താ കല്ല്? തീയാണെന്നത്. തീക്കല്ല്. വായിച്ച കേട്ടോ? അതാരാ? ഞാൻ അവിടെ ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞില്ലേ? ആ പുള്ളി അവിടെ ഇറങ്ങി നിൽക്കുക, കത്തുക. മോശ ഹോരേബിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കത്തുന്ന പാറ. ആ പാറയിൽ നല്ലോ നമ്മുടെ പിതാക്കന്മാര് കുടിച്ചത്. ആ പാറ ക്രിസ്തുവല്ലോ, അത് നമ്മളെ പിന്തുടർന്നു എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ആ പാറയില് തീ ഇങ്ങനെ കത്തുക. ആ തീക്കകത്തുനിന്നാണ് ഈ വെള്ളം വന്നത്. എനിക്ക് വായിച്ച് ഇവരെ കേൾപ്പിച്ചേ. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവുമാക്കിയിരിക്കുന്നു. ആണോ? തീക്കകത്തുനിന്ന് ഒരു ഉറവ വന്നിട്ട് പാറ വന്നിട്ട് ആ പാറ ഉടച്ചിട്ട് അവിടെ നിന്നൊരു തടാകം ആരംഭിച്ചു. ആ തടാകം ഒഴുകി. എങ്ങോട്ടൊഴുകി? മരുഭൂമിയിലേക്ക് ഒഴുകി. മരുഭൂമിയിൽ ഒക്കെ
11 കിലോമീറ്ററാണ് ഇവരുടെ പാളയം, ഇവര് താമസിക്കുന്നത്. ആ 11 കിലോമീറ്റർ പാളയത്തിലേക്ക് ഈ നദി ഒഴുകി ചെന്നിട്ട് കൂടാരത്തിന്റെ വാതിക്കലെത്തി അവിടെ നിന്ന് അവര് വെള്ളം കോരി കുടിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ഹോരേബിൽ ഇറങ്ങി നിന്നിട്ട് ആ തീ കല്ലിനകത്തു നിന്ന് വെള്ളം വന്നിട്ട് ആ വെള്ളം ഹോരേബിലെ പാറയുടെ ഒരു സൈഡ് തകർത്തിട്ട് അവിടെ നിന്നൊരു തടാകമാക്കി മാറ്റി. ആ തടാകത്തെ മൈലുകളോളം ഒരുക്കി അതിന് പാളയത്തിനകത്തു കൊണ്ടുവന്ന് കർത്താവ് എന്ത് ചെയ്തു? ഇവർക്ക് കുടിക്കാൻ കൊടുത്തു. ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കലും ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും, വെള്ളം വരാൻ ഒരു വഴിയും ഇല്ലാതിരുന്നിട്ടും വഴി ഉണ്ടാക്കി കൊണ്ടുവന്ന കണ്ടോ? പാറയെ തകർത്താണ് തടാകം ഉണ്ടാക്കുന്നത്. സ്തോത്രം. പാറയെ തകർത്തിട്ട് ആ പാറ ഇരുന്നോടെ പൊടിച്ച് ആ പാറ തകർത്തിട്ട് അവിടുന്ന് തീ കല്ലിനകത്തുനിന്ന് ഉറവ കൊണ്ടുവന്നിട്ട് ആ ഉറവത്തെ പിന്നെ വലുതാക്കി അതിനത്തിന് തടാകമാക്കി അവിടെ നിന്ന് അത് ഒഴുക്കി കൊണ്ടുവന്ന് കുടിക്കാൻ കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ പറ. ഇതാണ് നമ്മുടെ കർത്താവിന്റെ കരം. പ്രൈസ് ദി ലോർഡ്. കുടിച്ചത്. അടുത്ത ലൈൻ വായിച്ചേ. പോട്ടെ. യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദി അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോക. ഞാൻ ഹോറേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു. നമുക്കിതിന്റെ 8ാമത്തെ വാക്യം തുടങ്ങി വായിച്ചേ. റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മുമ്പേ ഞാൻ പറഞ്ഞ ശക്തി സ്റ്റാർട്ടിങ് ഏതാ? ഏത് ശക്തിയാ? അമാലേക്കര്. കണ്ടോ? രഫീദീമിൽ വെച്ച് അമാലേക്കര് വന്നു. എന്തിനാ വന്നത്? യാത്ര തടയാൻ. ഇപ്പൊ സമയമില്ലാത്തോണ്ട് വായിപ്പിക്കുന്നില്ല. ഞാൻ വാക്യം പറയാം, പിന്നെ വീട്ടിൽ പോയിട്ട് വായിച്ചാണ്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ ദൈവം പറയാണ്, എൻ്റെ ജനത്തിന് അമാലേക്യർ ഇടർച്ചയുണ്ടാക്കി, ഞാനത് കുറിച്ച് വെച്ചിരിക്കുന്നു. കേട്ടോ? ഇടർച്ച മുമ്പോട്ട് വിടത്തില്ല. അമാലേക്യർ വന്ന് തടഞ്ഞു, പ്രശ്നമായി. ഓക്കെ, അവിടെ ഇന്ന് രാത്രി ഒന്നോർത്തോളുക, വിശ്വാസ ജീവിതം തടയുന്ന ശക്തിയാണ് അമാലേക്യര്. അവൻ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി എടുത്ത പല തീരുമാനവും നിന്നെ കൊണ്ട് ചെയ്യിക്കാതെ ഈ വർഷം അവർ ജയിച്ചു. അടുത്ത വർഷം ഇതിൽ തീരുമാനം കഴിയുന്നത് എടുക്കാതിരിക്കുക, ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ. ആമേൻ. നമ്മുടെ ഏത് ആത്മീക പദ്ധതികളെ മുന്നോട്ട് വിടാതെ തടയാൻ ഈ യാത്രയിൽ അനേക ശക്തികളുണ്ട്. അതിലാദ്യത്തെ കൂട്ടരിപ്പ കയറി അവര് ഇവിടെ വെച്ച് പ്രശ്നം. ഇവരെങ്ങനെയാണ് അകത്ത് കയറിയെന്ന് അറിയണ്ടേ? ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ അകത്ത് എങ്ങനെയാണ് പ്രതികൂലം വരുന്നത്, എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നതുകൂടെ നിങ്ങൾ അറിയണം. നാളെ പാഷ കുറ്റമൊന്നും പറയരുത് കേട്ടോ. ഞാൻ വഴി പറയുമ്പോൾ മര്യാദയ്ക്ക് പോലെ പോയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടായി. ഞങ്ങളുടെ പള്ളിയിൽ ചെന്നിട്ട് വിടുതലെന്ന് ഇതിലെങ്ങാനും പറയുമ്പോൾ ഞാൻ കേട്ടാൽ ഈ പുസ്തകത്തിനകത്ത് വെച്ച് എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. അല്ല, വായിന്നല്ലോ കേൾക്കും. അത് ഞാൻ ഇപ്പോഴേ പറയാ കേട്ടോ. നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം
25-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. വായിച്ചാട്ടെ. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെ സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. എങ്ങനെയാണ് ഇവരകത്ത് കയറി യുദ്ധം ചെയ്തത്? അനേകരെ ഇവര് കൊന്നു പറയപ്പെടെ കയറി ഇവരകത്ത് കയറി യുദ്ധം ചെയ്തു. നിന്റെ ജീവിതത്തിലെ ജാതീയ ശക്തികൾ അകത്ത് കയറി നിന്റെ നന്മ മുടക്കുന്നതും നിന്റെ അനുഗ്രഹം തടയുന്നതും ക്രിസ്തീയ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നതും മുൻപോട്ട് പോകാതെ വണ്ണം നിന്നെ തടയുന്നതും ഏത് വിധത്തിലാണെന്ന് കേട്ടോ? അവർ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ. ആ വാക്യം ഒന്നിന് വായിച്ചവരെ കേൾപ്പീരെ. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ക്ഷീണിച്ചും തളർന്നും. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ആത്മീക ക്ഷീണം തട്ടുമ്പോഴാണോ, ആത്മീക മണ്ഡലത്തിന് തളർച്ച സംഭവിക്കുമ്പോഴാണോ ശത്രു അകത്ത് കയറുന്നത്? ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ ഉണർന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഇനിയും കയറും. കാരണം നീ ക്ഷീണിച്ചിരിക്കുന്ന തക്കം നോക്കി ഇരിക്കുകയാണ് അകത്ത് കയറി നിന്റെ ജോലിക്കും വീടിനും നന്മയ്ക്കും സകലത്തിനും പ്രശ്നമുണ്ടാക്കി നിന്നെ മുൻപോട്ട് വിടാതെ ആമെ തകർത്തു കളയാൻ വേണ്ടി വാക്തത്വത്തിൽ നീ എത്താൻ കഴിയാതെ ദൈവത്തിന്റെ പദ്ധതി നിറവേറാതിരിക്കാൻ വേണ്ടി അകത്ത് കയറാൻ ഒരു കൂട്ടര് നോക്കിയിരിക്കുക. എന്ന ഇപ്പൊ കയറാൻ പറ്റാത്തതിന്റെ കാരണം ആരാധനയ്ക്ക് ക്ഷീണിക്കില്ല, പ്രാർത്ഥനയ്ക്ക് ക്ഷീണമില്ല, എന്നാൽ ക്ഷീണിക്കുന്ന സമയം പോക്കാണ്. പറ. ആരാധനയ്ക്ക് വരേണ്ട സമയത്ത് ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ കിടക്കുകയും ക്ഷീണിച്ച് തളർന്ന് ആരാധനയ്ക്ക് വരാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, പ്രശ്നമുണ്ടാകും. പ്രശ്നമുണ്ടാകും. കാരണം ഇതുപോലെ ഉള്ളികൾ അകത്ത് കയറാൻ കാത്തു കെട്ടിക്കിടക്കുക. അവർ നന്ന് ക്ഷീണിച്ചിരിക്കുന്ന സന്ദർഭം അമാലേക്കര് നോക്കി ഇരുന്നിട്ട് അകത്തോട്ട് കയറി. മനസ്സിലായോ? ഇനി ആ കേറിയ വശം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ച സിസ്റ്ററെ. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. തളർന്നിരിക്കുമ്പോൾ അമ്മ ഇപ്പൊ അങ്ങ് തളർച്ചയാ, പ്രാർത്ഥനയെല്ലാം അങ്ങ് തളർന്നു. ഒരു സമയത്തൊക്കെ നല്ല ഉണർവും നല്ല ശക്തിയിലുമൊക്കെ പ്രാർത്ഥിച്ച പുള്ളികൾ അവ തളർന്നു. സ്തോത്രം. നിന്റെ തളർച്ച നിനക്ക് ദോഷം. നിന്റെ തളർച്ചയുടെ വശം, ക്ഷീണത്തിന്റെ വശം ശത്രു അകത്ത് കയറും. അകത്ത് കയറിയിട്ട് ചിലരെയൊക്കെ കൊന്നെന്നാ വായിക്കുന്നത്. ക്ഷീണിച്ചിരിക്കുന്നവരെ, തളർന്നിരിക്കുന്നവരെ എല്ലാം അമാലേക്കർ എന്ത് ചെയ്തു? കൊന്നു. അടി മേടിച്ചിട്ട് പിന്നെ എന്നെ കുറ്റം പറയില്ല കേട്ടോ, ഞങ്ങളുടെ സഭയുടെ കുറവാണ്, ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർക്ക് വിടുതലില്ല, കൃപയില്ല എന്ന് പറയും. നീ ക്ഷീണിച്ച് നടത്തി വരുന്ന പിശാച് അകത്ത് കയറി അടിച്ചു കളയും. ഇത് സഭയുടെ കുഴപ്പമല്ല, ഇത് നിന്റെ ആരാധനയുടെ ക്ഷീണമാണ്, നിന്റെ പ്രാർത്ഥനയുടെ തളർച്ചയാ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക കേട്ടോ, ഉണർന്ന് നീ സന്ധിക്ക് ഒറ്റ ദിവസം പോലും ഉണർന്ന് പ്രാർത്ഥിക്കാത്തൊരു ദിവസം കാണരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ക്ഷീണം തട്ടിയാൽ, ആരാധനയ്ക്ക് ക്ഷീണം തട്ടിയാൽ ആ സെക്കൻഡിൽ ഇവരകത്തു കയറും. ഓരോരുത്തരും കയറുന്ന ഞാൻ പഠിപ്പിക്കാം. ഇതിപ്പോ അമാലേക്കര് കയറിയതാ. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് വരെ നമുക്ക് കാണാം പലസ്തീൻ എങ്ങനെ കയറി വരുന്നത് ഞാൻ പഠിപ്പിക്കാം. മൂന്നാമത്തെ ഭാഗം നിങ്ങൾ കേട്ടോ, ഇവർ ഇതുവഴിയാ കയറിയത്, പിൻവാതിലിൽ കൂടെ. വായിച്ചു കേട്ടായിരുന്നോ? കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ പുറകിലത്തെ വാതിൽ അടയ്ക്കണം. മുമ്പിലത്തെ വാതിലല്ല, അത് നമ്മൾ കർത്താവ് പുറകിലത്തെ വാതിൽ അടയ്ക്കണം. പുറകിലത്തെ വാതിൽ തുറന്നിട്ടാൽ ഈ പറയുന്ന പുള്ളികളെല്ലാം ഇങ്ങ് കയറി
സ്തോത്രം പറഞ്ഞേ. ആമേൻ ആമേൻ. പലരും ജീവിതത്തിന്റെ പുറയിലത്തെ വാതിൽ അടച്ചിട്ടില്ല. അതുകൊണ്ടാണ് അമാലേക്കകത്ത് കയറുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. ക്രിസ്തീയ ജീവിതത്തിന് ഇറങ്ങുമ്പോൾ തന്നെ പണ്ടുണ്ടായിരുന്ന ആ പുറയിലത്തെ വാതിലങ്ങ് അടച്ചേക്കണം. ഇനി അത് തുറന്നേക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. ആ പുറയിലത്തെ വാതിൽ തുറന്നിട്ടുകൊണ്ട് നീ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ അതിനകത്തൂടെ എല്ലാം കയറി വരും. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ പിൻപിലുള്ളതൊക്കെ മറന്നു, ഞാൻ അതിനെ ഛേദമെന്നെണ്ണി പുറയിലത്തെ വാതിലം കടച്ചു. പുറയിൽ ഇങ്ങനെ കിടക്കുക പാർട്ടികള്. ബെന്യാമിൻ ഗോത്രക്കാരൻ, 1700 കോടി രൂപയുടെ സ്വത്തുക്കാരൻ, യഹൂദ മതക്കാരൻ, ന്യായപ്രമാണത്തിൽ ശക്തൻ, അങ്ങനെ 1000 പുള്ളികൾ എന്റെ പുറകിൽ കിടപ്പുണ്ട്. അവരാരും കയറി വരാത്തതിന്റെ കാരണം പിൻപിലുള്ളത് ഞാൻ മറന്നു, ഞാൻ അതിനെ ഛേദമെന്നെണ്ണി എന്റെ പുറയിലത്തെ കഥക് ഞാൻ അടച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ട് പൗലോസ് പറയാണ്, എന്റെ മുൻപിലുള്ള ലാക്കിലേക്ക് ഞാൻ ആഞ്ഞോടുന്നു. ഇപ്പോഴും ചിലര് പുറം അടച്ചിട്ടില്ല. ഇപ്പോഴും ചിലരെ ആ പഴയ സ്വഭാവം എല്ലാം കയറി വരുന്നുണ്ട്. ആ പഴയ രീതികള്, പഴയ സ്വഭാവങ്ങള്, പഴയ ചീത്ത, പഴയ തെറി, പഴയ ദുഷുമ്പ്, പഴയതെല്ലാം കയറി എന്താ കാര്യം? ഇതികളെ തുറന്ന് കിടക്കുമല്ലേ, പുള്ളികളെ കയറി വരികയല്ലേ. സ്വത്രം പറഞ്ഞു. അപ്പൊ ഇന്ന് രാത്രി അവന്ന് അടച്ചേരി പിൻവശത്തുകൂടി ഇവരകത്ത് ഇവര് കയറാനുള്ള 3 കാരണങ്ങൾ കണ്ടല്ലോ. ഏതൊക്കെയാ? ക്ഷീണം, തളർച്ച, പുറയിലത്തെ വാതിൽ. പുറയിലത്തെ വാതിലിൽ കാവൽക്കാരെ നിർത്തണ്ടേ? അവർ പുറയിൽ നിൽക്കുന്ന ഒരു ശക്തരാകണ്ടേ? പുറയിൽ നിൽക്കുന്ന ഒരു ശക്തരല്ലാത്തോണ്ടല്ലേ ആ വാതിൽക്ക കൂടെ. ഓക്കെ, ദൈവവൈതലേ, നിന്റെ ആത്മീക ബലഹീനത നോക്കി അകത്ത് കയറി ജീവിതത്തെ തകർക്കും, ജോലിയെ തകർക്കും, നന്മയെ തകർക്കും, അനുഗ്രഹത്തെ തകർക്കും, ക്രിസ്തീയ ജീവിതത്തെ തകർക്കും. ഇവര് നന്മ ചെയ്യുന്ന കൂട്ടരല്ല ഇവര്. സ്തോത്രം പറഞ്ഞ് ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടാൻ ഇവര് സമ്മതിക്കത്തില്ല. സ്തോത്രം. ഇവരകത്തൂടെ കയറി തടഞ്ഞു. അപ്പോൾ മോശ പറയാണ്, ഞാൻ നാളെ കുന്നിന്റെ മുകളിൽ കയറി കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കും. യോശുവയോട് പറഞ്ഞ്, നീ ആൾക്കാരെ തെരഞ്ഞെടുത്ത് താഴെ പോയി യുദ്ധം. ക്രിസ്തീയ യുദ്ധം എങ്ങനാ? പോരാട്ടമാണ്. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പൈശാചിക ശക്തിയോടുള്ള യുദ്ധമാണ്. ഉപവാസം ഒരു പോരാട്ടമാണ്, യുദ്ധമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തീയ പോരാട്ടം, യുദ്ധം, അതെങ്ങനെയാ? യോശുവയോട് എന്താ പറഞ്ഞത്? ആൾക്കാരെ പ്രത്യേകം തിരഞ്ഞെടുക്കണം. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പോരാട്ടത്തിൽ വിജയിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. അല്ലാതെ കണ്ട് എല്ലാരും വിളിക്കാം, വാ പ്രാർത്ഥിക്കാം, ജീവിതത്തിൽ വിശുദ്ധിയില്ല, വേർപാടുമില്ല, എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പേടിയില്ല, ഭയവും ഇല്ല, ദൈവവചനവും അനുസരിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. പ്രമാണമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാവരും കൂടെ വന്നിരുന്ന് പ്രാർത്ഥന, ആരാധനയാ. സുഖമായിട്ട് നമുക്ക് 3 ദിവസം ചാപ്പാടടിക്കാം. നിന്റെ വീട്ടിലെ പ്രശ്നം തീരുമെന്ന് പ്രതീക്ഷിക്കണ്ട. വീട്ടിലെ പ്രശ്നം അതിനുവേണ്ടി പ്രത്യേകം യോഗ്യത ഉള്ളവര്, അതിനുവേണ്ടി പ്രത്യേകം യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രത്യേകതയുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകണം. 30,000 പേരെ കൊണ്ട് ഗിദെയോൻ പോയി. ദൈവം പറഞ്ഞു, വേണ്ട, പുറകോട്ട് പോക്കോളം പറഞ്ഞു. അവസാനം തെരഞ്ഞെടുത്തപ്പോ 300 പേരേ ഉള്ളൂ. ഹല്ലേലൂയ. അവരെ കൊണ്ട് പോയപ്പോഴാണ് യുദ്ധത്തിൽ ജയിച്ചത്. അതുകൊണ്ട് ഉപവാസപ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ വേർപാടും വിശുദ്ധിയും ദൈവവചന പ്രകാരം ജീവിക്കാമെങ്കിൽ മാത്രം ഉപവാസമൊക്കെ നടത്തിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ വെറുതെ എന്റെ സമയവും കളഞ്ഞു, സഭയുടെ സമയവും കളഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ച് വിടുതലുമില്ല. പരാതി മൊത്തം ഇങ്ങനെ നാട്ടിലെല്ലാം പറയും, ഇപ്പൊ പെന്തക്കോസുകാർ മൊത്തം കള്ളപ്രാർത്ഥനക്കാരാണ്. അത് കൂടെ ഇരിക്കുന്നതൊന്നും ഗുണമുള്ള പൈസ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ കേട്ടോ. അതിന് പ്രത്യേകം
ഈ പുള്ളി കുന്നിൻ്റെ മുകളിൽ കയറി കൈ ഇങ്ങനെ കൈ ഉയർത്തുന്നതിനെ കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങളൊക്കെ വിടുകയാണ്. പ്രൈസലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാക്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് തരാം. നിങ്ങൾ സമയം പോലെ അത് പഠിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. യഹൂദന്മാരെ കൈ ഉയർത്തുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കൊലോസ്യ ലേഖനം എന്താ വായിക്കുന്നേ? നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ കേട്ടോ. അപ്പൊ മോശ കുന്നിന്റെ മുകളിൽ കയറി കൈ ഉയർത്തിപ്പിടിച്ച് എന്ത് നടത്തുക? മധ്യസ്ഥ പ്രാർത്ഥന. എന്തിനു വേണ്ടി? അമാലേക്യ ശക്തികളെ പരാജയപ്പെടുത്തി ജയമെടുക്കാൻ വേണ്ടി മോശ മോളിൽ പോയി കൈ ഉയർത്തിപ്പിടിച്ചു ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഉടനെ അഹരോനും ഊരും കൂടെ പോയി അതിനെ താങ്ങി പിടിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പം യോശുവ താഴെ ജയിക്കും. കൈ തളരുമ്പോൾ യോശുവ തോക്കും. പോട്ടെ. ഓക്കെ, പറ്റുമോ? വെറുതെ പ്രസംഗിക്കണം. പറ്റുമോ? ചെയ്യാവോ? എന്താ ഇവിടെ വായിച്ചത്? പ്രാർത്ഥനയുടെ കരം കുന്നിന്റെ മുകളിൽ പോയി ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ചില ദിവസങ്ങൾ വേർതിരിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ കരം ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ശത്രുവിനെ തകർത്ത് നിനക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. മോശ മുകളിൽ കയറി കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ കരമാണ്. ആ കരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കരം ഉയർത്തിപ്പിടിച്ച് മോശ ശക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ചില ദിവസങ്ങൾ പ്രാർത്ഥനയുടെ കരം ഉയർത്തി വേർതിരിച്ചു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ചില ദിവസങ്ങൾ പ്രാർത്ഥനയുടെ കരം ശക്തമായി നിന്റെ വീട്ടിൽ അതെന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഈ കരത്തിൽ കൂടെ അല്ലാതെ കണ്ട്, മോശയുടെ കരത്തിൽ കൂടെ അല്ലാതെ കണ്ട് താഴെ ഒരു വിടുതൽ നടക്കുകയില്ല. ഭക്തൻ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് കോവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ പോയിന്റ് പറയാം. അഹരോനും ഊരും കൂടെ കൂടി അപ്പുറത്തും ഇപ്പുറത്തും നിന്നു കൈ പിടിച്ചു, അതിനെ താങ്ങി പിടിച്ചു, ഉറപ്പിച്ചു. സന്ധ്യ വരെ അത് ഉറച്ചു നിന്നു. അതുവരെ എന്ത് ചെയ്തില്ല? ഇസ്രായേൽ പൂർണ്ണമായിട്ട് ജയിക്കത്തില്ല. കൈ ഉയർത്തി പിടിക്കുമ്പോൾ ജയിക്കും, അല്ലാത്തപ്പോ തോന്നും. അവ കൈ ഉറപ്പിച്ച് നിർത്തിയപ്പോഴോ, സന്ധ്യ വരെ ഉറപ്പിച്ച് നിർത്തിയപ്പോഴോ പൂർണ്ണമായിട്ട് ജയിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ച് സമയം കൈ ഉറപ്പിച്ച് നിർത്താൻ പറ്റാതെ കൈ വീഴുന്ന സമയം എല്ലാം തോക്കും. അങ്ങനെ ദൈവവൈദ്യത്തില് നിന്റെ പ്രാർത്ഥന നിന്റെ വീട്ടിൽ ഉറപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ പൂർണ്ണ വിജയം കിട്ടുകയില്ല. ഹല്ലേലൂയ പറഞ്ഞേ. പൂർണ്ണ വിജയം വേണമെങ്കിൽ ഈ കരം ഉറച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ കരം ക്ഷീണിക്കും. ക്ഷീണം തട്ടിയാൽ, തളർച്ച തട്ടിയാൽ വിടുതൽ പോയി. ഉറപ്പിച്ചങ്ങോട്ട് നടത്തി. സഹോദരന്മാരോടൊരു ചോദ്യം, സഹോദരിമാരോടൊരു ചോദ്യം. ഇങ്ങോട്ടോട് നോക്കുക. കൊച്ചിനെ തള്ള നോക്കട്ടെ. എന്നെ നോക്കുക. ഞാൻ മിടുക്കനായിട്ടൊന്നുമല്ല. പോയി എല്ലാം പോയി. പണ്ട് എന്നൊക്കെ കൊള്ളായിരുന്നു. ഇപ്പൊ ഈ ഷർട്ടിന്റെ വച്ചയൊക്കെ ഉള്ളൂ. പണ്ടത്തെപ്പോലൊന്നും ഇല്ല. അപ്പം ഈ ഒരു പോയിന്റ് പറഞ്ഞ് തീർക്കാനാ. അടുത്ത ആഴ്ച പ്രസംഗിക്കാം അതിന്റെ ബാക്കി. കൈ ഉറപ്പിച്ച് നിർത്തി. എപ്പം വരെ നിർത്തി? സന്ധ്യ വരെ. ഓക്കെ, ഇനി തയ്യാറാണോ? എങ്ങനെയാ കൈ ഉറച്ചത്? മോശയുടെ കൈ എങ്ങനെ ഉറച്ചത്? സന്ധ്യ വരെ. അഹരോനും ഊരും കൂടെ കൂടി അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് താങ്ങി പിടിച്ചു. അതവിടെ നിൽക്കട്ടെ. ആ സമയം കണ്ടോ? സന്ധ്യ രാവിലെ കയറിയതാ. രാവിലെ തൊട്ട് അഹരോനും ഊരും കൂടെ കൂടി അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് താങ്ങി പിടിച്ച് ഉറപ്പിച്ച് നിർത്തിയിരിക്കുക.
പറ്റുമോ? അതിന്റെ അർത്ഥം പറയട്ടെ. സന്ധ്യ വരെ ഉറച്ചു നിന്ന് താങ്ങി പിടിച്ചു ഉറപ്പിച്ചു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒറ്റവാക്കി പറയാ, ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയില്ല. പോയിരുന്നെങ്കിൽ ഈ കയ്യോ? ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയാൽ ഈ കൈ എന്ത് ചെയ്തേനെ? ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയോ? 25 പ്രാവശ്യം വെള്ളം കുടിക്കാൻ പോവുക, 10-15 പ്രാവശ്യം എഴുന്നേറ്റ് നടക്കുക. പ്രൈസലോ. വെള്ളം നിങ്ങൾ കുടിക്കരുതല്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഇവർ ഇതിനു വേണ്ടി ത്യാഗം സഹിച്ചു. വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാത്റൂമിൽ പോലും പോകാതെ സന്ധ്യ വരെ ഈ രണ്ടുപേര് കൈ താങ്ങി പിടിച്ചു. എന്തിനാ താങ്ങി പിടിച്ചത്? സഭയുടെ വിടുതലിന്, മോശയുടെ കുടുംബത്തിന്റെ വിടുതലിനല്ലിത്, അഹരോന്റെ വിടുതലിനല്ലിത്. ആമേ, ഊരിന്റെ കുടുംബത്തിന്റെ വിടുതലല്ല, ഇസ്രായേൽ സഭയുടെ വിടുതലല്ല. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ദൈവസഭയുടെ വിടുതലിന് വേണ്ടി ദൈവദാസന്മാരുടെ കരത്തിന് ശക്തി കൊടുത്തുകൊണ്ട് അതിന്റെ പുറകിൽ ത്യാഗ മനോഭാവത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതാ ഞാൻ ആദ്യമേ ചോദിച്ചത്, പറ്റുമോന്ന്. സ്തോത്രം പറഞ്ഞ്, ദൈവമേ, ഈ ദേശത്ത് ഞങ്ങളുടെ സഭ എന്ന് അനുഗ്രഹിക്കപ്പെടുമോ, എന്ന് വിടുവിക്കപ്പെടുമോ, അതുവരെയും എന്റെ കരം എന്ത് ചെയ്യും? എന്റെ കരം ദൈവസഭയുടെ വിടുതലിന് വേണ്ടി ഞാൻ ഏത് ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട്, ഏത് പ്രയാസവും സഹിച്ചുകൊണ്ട്, എത്ര വേദനയും സഹിച്ചുകൊണ്ട് എന്റെ കരത്തിന്റെ ശക്തി ഞങ്ങളുടെ സഭയ്ക്ക് ഞാൻ കൊടുക്കുമെന്ന് എത്ര പേര് തീരുമാനിക്കും? അല്ലെങ്കിൽ പറഞ്ഞാട്ട് ഞാൻ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുക. പറ്റുമോ സഹോദരി? കർത്താവ് ഈ സഭ വിജയം പ്രാപിക്കുന്നത് വരെ, അമാലേക്കര് തോക്കുന്നത് വരെ ഞാൻ വെള്ളം പോലും കുടിക്കാൻ ഇവിടെ എഴുന്നേറ്റ് പോകത്തില്ല, ഞാൻ ആഹാരം കഴിക്കാൻ പോകത്തില്ല, ഞാൻ ബാത്റൂമിൽ പോലും പോകത്തില്ല. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആ ത്യാഗം സഹിച്ചുകൊണ്ട് എന്റെ കരം മോശയുടെ കരത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്റെ കൈത്താങ്കുണ്ടായിരിക്കും. ഹല്ലേലൂയ പറ. നിങ്ങളുടെ കൈത്താങ്കുണ്ടായിരിക്കുമോ? അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറുണ്ടോ? നിസാരമായിരിക്കുന്ന പ്രശ്നത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? പതറിപ്പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കുക, 2025 കടക്കുമ്പോൾ സഭ വിടുതൽ പ്രാപിക്കണമെങ്കിൽ പാസ്റ്ററെ കൊണ്ട് മാത്രം പറ്റില്ല. പാസ്റ്ററുടെ ശുശ്രൂഷയുടെ കരത്തിനും അനുഗ്രഹത്തിന്റെ കരമെല്ലാം ദൈവമക്കളുടെ ശക്തി പകരണം. അവരുടെ ശക്തി പകരാതെ എങ്ങനെ ഇത് പോകുന്നത്? മോശയുടെ അഹരോന്റെ ഊരിന്റെ കരത്തിന്റെ ശക്തി കിട്ടിയെങ്കിൽ മാത്രമേ ആരുടെ കരം ഉറക്കത്തുള്ളൂ? മോശയുടെ കരം ഉറക്കത്തുള്ളൂ. മോശയുടെ കരം ഉറച്ചെങ്കിലേ താഴെ വിടുതൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ എന്റെ വാക്കുകളോടെ അവസാനിപ്പിക്കുക. സമയം തീർന്നതുകൊണ്ട് ഇതിന്റെ ഒരു ഭാഗം പോലും എനിക്ക് പറയാൻ പറ്റിയില്ല. എല്ലാവരും എഴുന്നേറ്റ് നിന്നു എന്ന് കരുതുക. എല്ലാവരും